ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ കൂട്ടാണ്ട് ഒരാള് സിനിമയ്ക്ക് പോയി. ഏത് സിനിമ? ദൃശ്യം 3. ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളായിട്ടോ സിനിമ കാണാണ്ടായിട്ട്. പക്ഷെ അതിന് പകരമായിട്ട് എന്റെ ഹസ്ബൻഡ് എല്ലാ പടവും FDFS പോകുന്നുണ്ടല്ലേ. എല്ലാ പടമല്ല, എല്ലാ പടമല്ല, കുറച്ച് പടങ്ങൾ ഇപ്പോ കുറച്ച് പടങ്ങൾ സിനിമകൾ മാത്രമായിട്ട് കാണുന്നത്, അല്ലാണ്ട് പൂരം, പെരുന്നാള്. ഓക്കെ ഇത്രയ്ക്ക് ലാഗിന്റെ ആവശ്യം നമുക്ക് ഈ വീഡിയോയിൽ ഇല്ല. ഓക്കെ, നമ്മൾക്ക് കണ്ടന്റിലേക്ക് വരാം. നമ്മള് കണ്ടൊരാള് കാണാത്ത ഒരാള് ചോദിക്കണു. അല്ല, കാണാത്ത ഒരാള് കണ്ടൊരാള് ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പടം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ മേക്കിങ്ങിലേക്ക് പോവാട്ടെ. ഇതിന്റെ മേക്കിംഗ് ആൻഡ് ഡയറക്ഷൻ നീ വന്നപ്പോ മുതൽ പറയാണ് മേക്കിംഗ് ഒരു ഭയങ്കര ബോറാണ്, ഇഷ്ടായില്ല. വന്നപ്പോ ഞാൻ പറഞ്ഞില്ല, എന്റെ റീല് ചെറുതായിട്ട് നീ പറഞ്ഞതല്ലേ? റീല് പറഞ്ഞു, ചെറുതായിട്ട് പറഞ്ഞു മാത്രം. മേക്കിംഗ് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ജിത്തു ജോസഫ് കിട്ടുന്ന ഒരു മേക്കറാണ്. പക്ഷെ ആളുടെ ദൃശ്യം 2 അതെ, 3 അതെ വന്നപ്പോ ചെറിയൊരു ലാഗ് ഫീൽ, ഒരു സീരിയൽ എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ലാഗ് ഫീൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡ്രാമാറ്റിക് മൂവിയാണ്. ഡ്രാമാറ്റിക് മൂവി എന്ന് പറഞ്ഞാൽ ആള് ദൃശ്യം ഫസ്റ്റിനും പറയുന്നത് ഫാമിലി ഡ്രാമ എന്നാണ് ആൾ ഇപ്പോഴും പറയണത്. മെമ്മറീസിനും ആൾ ഒരു ഹൈപ്പില്ലാണ്ട് കുഞ്ഞൊരു പടം, വലിയ ത്രില്ലറില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ എല്ലാ പടത്തിനും ആള് വലിയൊരു ഹൈപ്പ് കൊടുക്കാറില്ല. പക്ഷെ കണ്ട നമുക്കറിയാം. നിങ്ങൾ വിശ്വസിക്കണം, ആള് പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ പോണായിരുന്നു. നിങ്ങൾ പോവാത്തതിന്റെ കുഴപ്പമാണ്, നിങ്ങൾ എക്സ്പെക്ടേഷൻ കൂടി. പക്ഷെ ആള് പറഞ്ഞത് തെറ്റല്ലേ? അത് ഇവന്റെ മാത്രം റിവ്യൂ ആണ് കേട്ടോ ഇത്. കാരണം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കുറെ അധികം റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നീ ആദ്യം കുറെ നാള് പോസിറ്റീവ് ഫുൾ പോസിറ്റീവ് ആയിരുന്നു. മേക്കിങ്ങും ഡയറക്ഷനും വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് സ്ക്രിപ്റ്റ് അത്യാവശ്യം വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിന്റെയും സെക്കൻഡും കണ്ടിന്യൂഷൻ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണം. അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ആള് ട്വിസ്റ്റ് ആൾക്കാർ പ്രതീക്ഷിക്കണോണ്ട് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് സംഭവം കരുതി വെച്ചത് എനിക്ക് ഇമോഷണലായിട്ട് കണക്ട് ആയില്ല. പക്ഷെ ഒരുപാട് പേരൊക്കെ ഗംഭീരം എന്ന് പറയണു, എനിക്കറിയില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ലാലേട്ടൻ, മീന അവരുടെ ക്യാരക്ടേഴ്സിലേക്ക് വരാണെങ്കിൽ ലാലേട്ടൻ ഓൾവേസ് നന്നായിട്ടുണ്ട്. ആള് കാരണം ജോർജ് കുട്ടിയാണല്ലോ നിൽക്കണേ. അപ്പൊ ആള് കാരണം ലാലേട്ടൻ ഇത്രയും വർഷമായിട്ട് ആൾക്ക് ഒരിക്കലും അഭിനയം മോശമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആള് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മീന, ആ ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആകെ ഒരു നെഗറ്റീവ് പടം കാണാൻ പോയത്, അതെ, നിന്നെ കൊണ്ടുപോകുന്നതാണ് ആകെ ഒരു പോസിറ്റീവ് പടത്തിന് നെഗറ്റീവ് ആകെ തോന്നിയത് എനിക്ക് ഗീതാ പ്രഭാകർ അത്രയും പവർഫുൾ ഒരു ആക്ടർ ആയിരുന്നു. ഗീത പ്രഭാകർ ആകെ രണ്ട് സീനില്ല. അതും ഇങ്ങനെ ഒരു ടൈം എന്ന് പറഞ്ഞ് വന്നു രണ്ട് സീനുള്ളൂ. ഗീത പ്രഭാകർ. സിദ്ദിഖുണ്ട്. എനിക്കറിയില്ല. ഞാൻ ട്രെയിലറിൽ കണ്ട കാര്യമാണ്, സ്പോയിലറിലാണ് നമ്മൾ പറയാൻ നോക്കണേ. സിദ്ദിഖുണ്ട്. സിദ്ദിഖിന്റെ അത്യാവശ്യം ലെങ്തി റോൾ ഉണ്ട് സിദ്ദിഖിന്. മുരളി ഗോപി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോൾ ഉണ്ട്. ബാക്കി നമ്മൾക്ക് വരാണെങ്കിൽ ഒരു ഓവറോൾ റിവ്യൂ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ 10ൽ നീ എത്ര സ്റ്റാർ കൊടുക്കും? സ്റ്റാറിന്റെ സംഭവം എനിക്ക് പറയാൻ അറിയില്ല, സത്യം പറയാലോ. സ്റ്റാർ 10ൽ എത്ര കൊടുക്കും എനിക്ക് അറിയില്ല. ഒരു ആവറേജ് പടം, കുഴപ്പമില്ലാത്ത. ഞാൻ അങ്ങനെ തരുന്നു, പക്ഷെ നീ അത് പിടിക്കേണ്ടത്, എനിക്ക് ഓൾറെഡി മൈക്ക് ഉണ്ട്. ഒരു ആവറേജ് പടട്ടാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടം. മോശം പടം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വെച്ച് നോക്കുമ്പോൾ, സെക്കൻഡിനെ കമ്പയർ നോക്കുമ്പോൾ വലിയ ഇമാവാത്തൊരു പടം, എന്നാലും കുഴപ്പമില്ലാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ പടം. മോശമൊന്നുമല്ല. ഹിറ്റ് അടിക്കും എന്തായാലും. കാരണം ദൃശ്യത്തിന്റെ ആണ്, ലാലേട്ടന്റെ പടമാണ്, ഹിറ്റ് അടിക്കും. പിന്നെ ഞാനൊരു പടത്തിന്റെ റിവ്യൂ ജസ്റ്റ് ഇങ്ങനെ റീലില്ല, നമ്മൾ പടം കണ്ടിട്ട് അപ്പൊ തന്നെ ഇടുന്നതാണ്. ആകെ പടം കണ്ട് ഇടുന്നതാണ്. അപ്പൊ തന്നെ ആൾക്കാർ ജസ്റ്റ് ഇത് കുഴപ്പമില്ല, എനിക്കിങ്ങനെ തോന്നുന്നു ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ പറയും നീ അങ്ങോട്ട് നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ആവറേജ് എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ പറയും ഞാൻ അങ്ങോട്ട് ഫ്ലോപ്പാണ് നെഗറ്റീവ് പറഞ്ഞത്. അങ്ങനെയല്ല സത്യത്തിൽ പറയാനേട്ടാ. ഞാൻ മുമ്പ് ഇതേപോലെ നെഗറ്റീവ് അല്ല പറഞ്ഞു. നെഗറ്റീവ് നിങ്ങൾ ആ റിവ്യൂ എടുത്ത് നോക്കിയാൽ നെഗറ്റീവ് അല്ല, എനിക്ക് ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. എനിക്ക് അത് നിങ്ങൾ പോയി കാണാനാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് അത്രയും കാട്ടവരാതം അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളുടെ റീൽസിലെ അല്ലെങ്കിൽ ഷോർട്സിലെ കമന്റ്സ് ഒന്നും ചെയ്യാറില്ല, ഡിലീറ്റ് ചെയ്യാറുമില്ല. ഒറ്റ കമന്റും ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. ഇപ്പൊ എന്തെങ്കിലും തെറി വരെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഡിലീറ്റ് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം. റിപ്ലൈ കൊടുക്കാറില്ല. റിപ്ലൈ കൊടുക്കാന്ന് കുറെ നിന്നു. പിന്നെ റിപ്ലൈ പലപ്പോഴും റിപ്ലൈ കൊടുക്കാനായിട്ട് വരും. അപ്പൊ ഞാൻ ചിലപ്പോ ബേബിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിലപ്പോ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് റിപ്ലൈ കൊടുക്കാണ്ട് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. തെറിയിട്ടാലും ഡിലീറ്റ് ചെയ്യാറില്ല. ബിക്കോസ് അവരുടെ സംസ്കാരമാണല്ലോ അവർ കാണുന്നത്, നാട്ടുകാർ കണ്ടോട്ടെ. കാരണം എനിക്ക് ഈ അടുത്ത് തെറ്റിപ്പോയത് വാഴനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വാഴ എനിക്ക് ഇമോഷണൽ ബ്ലാസ്റ്റ് ആയിട്ട് പോയി. വാഴ എനിക്ക് പോയപ്പോഴും എനിക്കൊരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോഴും അതെ, ഇപ്പോഴും അതെ. പക്ഷെ അത് പിന്നീട് ഭയങ്കര കത്തിക്കേറി ഇൻഡസ്ട്രീറ്റ് ആയി, അത് സംഭവം ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിരടി ഞാൻ പറഞ്ഞു, പാട്രിയോട്ട് ഞാൻ പറഞ്ഞു, അതൊക്കെ ഫസ്റ്റ് എല്ലാവരും ഒമ്പടോ ഗംഭീര പടം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ 3 ദിവസം പടം വീണു.
അപ്പൊ നമുക്ക് നമ്മുടെ ദൃശ്യത്തേക്ക് തിരിച്ചു വരാട്ടാ. കം ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് ദൃശ്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഫാമിലിക്ക് നീ സജസ്റ്റ് ചെയ്യ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടാന്ന് പറഞ്ഞിട്ട്. ഫാമിലിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദൃശ്യം. കാരണം ദൃശ്യം ഫസ്റ്റും സെക്കൻഡും കണ്ട ആൾക്കാർക്ക് ഫാമിലിക്ക് എന്തായാലും പോകാനറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ദൃശ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നീ എനിക്കത് ആൻസർ ചെയ്യണം. ദൃശ്യം 4 വേണോ വേണ്ടയോ? അതിപ്പോ ഓൾറെഡി അവരെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ദൃശ്യം 4 ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ദൃശ്യം 4 വേണ്ടെന്നാണ്. ഈ ഒരു രീതിയാണെങ്കിൽ വെറുതെ വലിച്ച് നീട്ടി 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 ബോറായി പോവും എന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ പോലെ ദൃശ്യം കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് ഇതിന് വേണ്ടിട്ട് പ്രതികരിക്കാം. ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്നും കൂടാത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ അടുത്തിറങ്ങാൻ പോകുന്ന റിലീസില് നീ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന, അതായത് അടുത്ത ന്യൂ റിലീസിൽ ഇത് കാണാൻ ഞാൻ പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നു ആ സാധനം. അത് ഇപ്പോ മെയിനായിട്ട് ലാലേട്ടൻ നമുക്ക് പടങ്ങളൊന്നും ഇപ്പൊ റിലീസ് ഇല്ല. പിന്നെ ഗലീഫ മറ്റേ അയാം ഗെയിം ഒക്കെ വരണേ. ഈ അടുത്തേക്ക് കാണണമെന്ന് ഇനി തോന്നണ പടം ഒന്ന് മോളിവുഡ് ടൈംസ് കാട്ടാളൻ. ഈ 2 പടത്തിന് ഇവൻ പോകുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാന്റസി കപ്പിൾ